സ്നേഹിച്ച എന്നെ തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 62-ാം സങ്കീർത്തനം വായിച്ച് തന്റെ വാദങ്ങൾ വായിക്കാം. 62-ാമത്തെ സങ്കീർത്തനം ഓരോ വാക്കുകളും പറയുന്നത് ആവർത്തിച്ചാൽ 62-ാമത്തെ സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് യദൂദൂന്യ രാഗത്തിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനം. എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. എന്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും. അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്ര അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു. വായ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുവീൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഭോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആകപ്പാട് ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിന് മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ ദയയും നിനക്കുള്ളതാകുന്നു. നീ ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ദൈവമേ സ്തുതിക്കുന്നു. കർത്താവേ ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുള്ള എല്ലാ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. ഏവർക്കും അവർക്കും വേണ്ട ആവശ്യമുള്ളത് കർത്താവെ അവിടുന്ന് സമയത്ത് നൽകി കൊടുക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെയും കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഓർത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവെ ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ശ്രേഷ്ഠ ജനമായി തന്നെ ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സാക്ഷ്യം പ്രാപിച്ച് എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ കരുണ ഞങ്ങളോടൊപ്പം ഇരിക്കുമാറാകട്ടെ. സമാപ്തിയെ ഉലാവുന്നതും സഭയ്ക്ക് അടിസ്ഥാനവും തലയുമായിരിക്കുന്ന കർത്താവ് ഞങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് എടുക്കട്ടെ സഭയെ ഓർക്കുന്നു, പൊതുസഭയെ ഓർക്കുന്നു. എല്ലാവരെയും കർത്താവ് മാനിക്കണം, അനുഗ്രഹിക്കണം, വിടുതൽ തരണം. യേശുവിന്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. നമുക്കിരിക്കാം. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവകൃപയാൽ നമുക്ക് വീണ്ടും ഒരാഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസവും കൂടി കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. ദൈവത്തിന്റെ വചനത്തിൽ ആരാധന എന്ന് പറയുന്നതിനെ കുറിച്ച് അതിന്റെ പല വശങ്ങളും പല നിലകളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാധന കൂടാതെ ഒരു മനുഷ്യന്റെ ജീവിതം ധന്യമായി തീരുകയില്ല. ആരാധനയ്ക്ക് ദൈവം കൽപ്പിച്ചിട്ടുള്ള വിധി എന്ന് പറയുന്നത്, ദൈവം ഒരു മനുഷ്യൻ ആരാധിക്കുമ്പോൾ അതിന് ചില വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട്. അവൻ്റെ ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം, സമർപ്പണമുള്ളതായിരിക്കണം, അനുസരണമുള്ളതായിരിക്കണം. അങ്ങനെ കർത്താവിൻ്റെ വചന വ്യവസ്ഥ പ്രകാരം ആരാധിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആരാധനയിൽ ദൈവം പ്രസാദിച്ച അവസ്ഥയിൽ അവിടെ നിന്ന് മടങ്ങുവാൻ സാധിക്കും. ആരാധന കഴിയുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാധന കഴിഞ്ഞ ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയം ദൈവം നോക്കുമ്പോൾ യാതൊരു തരത്തിലും അന്യ ദൈവങ്ങളോ
ദൈവഹിതമല്ലാത്ത ഒന്നും അതിനകത്ത് ഉണ്ടാകില്ല, ഉണ്ടാകാൻ പാടില്ല. അത് കണ്ണാടി പോലെയാണ്. മനുഷ്യനിൽ ദൈവം ഈ ഭാഗം സൃഷ്ടിച്ചത് തന്നെ ഒരു കണ്ണാടിയായിട്ടാണ്. ഏത് ഭാഗം? മൃഗങ്ങൾക്കില്ലാത്തതും നമുക്കുള്ളതുമായ, മനുഷ്യർക്ക് മാത്രമുള്ളതുമായ ഒന്നാണ് ദേഹി എന്ന് പറയുന്നത്. ഇതിന്റെ കണ്ണാടിയുടെ പ്രവർത്തനമാണ്. ഈ കണ്ണാടിയിൽ എനിക്ക് എൻ്റെ ദൈവത്തിന്റെ പ്രതിച്ഛായ വന്നം. കണ്ണാടി എന്ന് പറയുന്നത് തന്നെ പ്രതിഫലനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ രാവിലെ ഒരു കണ്ണാടി ഈ വെയിലത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നോക്കാൻ പറ്റില്ല, അത് അടുത്ത് നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം സൂര്യന്റെ പ്രകാശം അതിൽ തട്ടി പ്രകാശിക്കും. നമ്മൾ ഏത് വിധേനയും നമുക്ക് ഒരു ശല്യമില്ല. ഒരു കണ്ണാടി നമ്മൾ ഈ പുറത്ത് വെയിലത്തിട്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ശല്യമൊന്നുമില്ല. പക്ഷേ അതിൽ നിന്ന് വരുന്ന പ്രതിഫലനം നമുക്ക് ശല്യം ഉണ്ടാക്കും. അത്രമാത്രം അതിൽ നിന്ന് വികിരണങ്ങൾ, അതിൽ നിന്ന് പ്രതിഫലനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങനെയുള്ള കാര്യം ചെയ്യാറില്ല. ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ദേഹി ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ദേഹി ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യൻ തീർത്തും കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ വെളിപ്പെടുന്നത്, പ്രതിഫലിക്കുന്നത് ഉദയസൂര്യനായ സൈന്യങ്ങളുടെ നമ്മുടെ കർത്താവിന്റെ പ്രതിഫലനമാണ്. അത് ഒരു സൂര്യനോ അല്ല, 2 സൂര്യനോ അല്ല, പിന്നെയോ ആയിരക്കണക്കിന് സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാലുള്ള പ്രകാശമാണ് അവിടെ നിന്ന് വരുന്നതും ഈ കണ്ണാടിയിൽ പ്രകാശിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ, നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് രാവിലെ 8 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ഒരു 10 കണ്ണാടി, വലിയ കണ്ണാടി അങ്ങ് വെച്ചാൽ അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ശല്യമായിരിക്കും അവിടുന്ന് വരുന്ന ആ പ്രകാശം കൊണ്ട്. ഇതുപോലെയാണ് ദൈവത്തിന്റെ എതിരാളിയായ സാത്താനെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ ജീവിതം, ഈ ഭൂമിയിലെ വാസം. ഈ ഭൂമിയിൽ ഇങ്ങനെ ഇന്ന് ദൈവത്തിന്റെ ജനമേ ഉള്ളൂ. ദൈവത്തിന്റെ ജനം തങ്ങളുടെ ദേഹിയെ വിശുദ്ധീകരിച്ച് യാതൊരു മാലിന്യവും ഇല്ലാതെ അത് തീർത്തും കണ്ണാടി പോലെ ആക്കി കഴിഞ്ഞാൽ, അതിൽ ക്രിസ്തു പ്രകാശിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും ശല്യം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. എവിടെ നോക്കിയാലും നമ്മൾ കണ്ണ് ചിമ്മിപ്പോകുന്നത് പോലെ, കണ്ണ് അടഞ്ഞു കാഴ്ച ഇല്ലാതാകുന്ന പോലുള്ള പ്രകാശനമാണ് വരുന്നത്. ഇതുപോലെയാണ് എതിരാളിക്ക് ഒരു ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. അതുകൊണ്ട് ആരാധന കഴിഞ്ഞ് വരുമ്പോൾ അവന്റെ അടുക്കൽ പോലും സാത്താൻ നിൽക്കില്ല. കാരണം അത്രമാത്രം പ്രകാശമാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ കണ്ണാടി ഒന്ന് മലിനപ്പെടുത്തണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. അതുകൊണ്ട് എന്ത് വില കൊടുത്തും അവൻ അതിലൊരു മൂടുപടം ഇടാൻ നോക്കും, അഴുക്ക് പറ്റിക്കാൻ നോക്കും. അവിടെയാണ് ഒരു മനുഷ്യന്റെ പരാജയം വരുന്നത്. ഈ പരാജയമാണ് അവനെ നിലതാഴ്ത്തി കളയുന്നത്. ഈ പരാജയം എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ മുൻപാകെ പൂർണ്ണമായിട്ട് നല്ല കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുന്നവനെ വിശുദ്ധീകരിച്ച്, ആദ്യത്തെ കാലത്ത് വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഓർക്കണം, എന്താ ഹൃദയത്തിലെ സന്തോഷം, എന്താ മുഖത്തെ പ്രകാശം ആ ഇറങ്ങി വരുന്നത്. അത് നമ്മൾ ഭൗതിക മണ്ഡലത്തിൽ മനുഷ്യന്റെ ദൃഷ്ടിക്ക് കാണുന്നതാ. ആത്മീയ മണ്ഡലങ്ങളിൽ സാത്താൻ കാണുന്നത് എങ്ങനെയെന്നറിയാം? ആരാധന കഴിഞ്ഞ് വരുന്ന ദൈവത്തിന്റെ പരിധി വരുമ്പോൾ അവൻ ശല്യമാണ്. അവൻ ഒന്നുകിൽ ഒഴിഞ്ഞു മാറണം. ഇത് ഏത് തരത്തിലും ഈ പ്രകാശം ഇല്ലാതാക്കിയില്ലെങ്കിൽ അവന് ഭൂമിയിൽ നിലനിൽപ്പില്ലാതെ വരും. അവിടെ ഇത് ഒരു കണ്ണാടിയാണ് വേണ്ടില്ല, 2 വേണ്ടില്ല. ഇവിടുത്തെ ഈ ഭൂമി മുഴുവനും ഈ കണ്ണാടി കൊണ്ട് നിറയാൻ പോവാ. ആദാമും ഹവ്വയും മാത്രമേ ഇപ്പൊ 2 കണ്ണാടി നോക്കിയാൽ മതി, അതിലെ ശല്യം സഹിച്ചാൽ മതി. അതുകൊണ്ട് ഏത് വിധേനയും ഇത് ഒന്ന് തടുക്കണം. അങ്ങനെയാണ് അവൻ കഷ്ടപ്പെട്ട് അവൻ അതിന് അധ്വാനിച്ച് ദുരുപദേശം പറഞ്ഞ് ഹവ്വയെ വിശ്വസിപ്പിച്ച് അവൾ അതനുസരിച്ചു. ദൈവത്തെ അവിശ്വസിച്ചതോടുകൂടി അവൻ ജയിച്ചു. കാരണം അവളുടെ ആ കണ്ണാടിയിൽ അവൻ മൂടുപടം കിട്ടും. ഒരു നല്ല കണ്ണാടി, എത്ര കട്ടിയുള്ള കണ്ണാടിയാണെങ്കിലും ഒരു പുതപ്പ് കൊണ്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ തീർന്ന്.
അവിടെ പിന്നെ ആ കണ്ണാടിയുടെ സകല പ്രവർത്തനങ്ങളും അവിടെ തീർന്നു. ഇതുപോലെ സകല അവന്റെ കാര്യം ജയിച്ചു. അങ്ങനെ ആ കണ്ണാടിയിൽ മൂടുപടം ഇട്ടു. ഈ ഭൂമി മുഴുവനും അല്ല എങ്കിൽ അവൾ ആ പരീക്ഷയിൽ ഹൗവ ജയിച്ചിരുന്നെങ്കിൽ, ആ ഹൗവ അത് തോൽക്കാതെ ജയിച്ചിരുന്നെങ്കിൽ ഹൗവയ്ക്ക് മക്കൾ ജനിക്കും. അവള് മരണമില്ലെന്ന് ഓർക്കണം. മക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവന്റെ മക്കളുണ്ടാകും. ഒരു 10 തലമുറയാകുമ്പോഴേക്ക് ഈ ഭൂമി മണൽ പോലെ നിറയും. ഇത് മുഴുവനും കണ്ണാടിയാണ് താനും. ഈ മുഴുവൻ കണ്ണാടിയിലും പ്രതിഫലിക്കുന്നത് കർത്താവിന്റെ മുഖമാണ്. ഏകസത്യ ദൈവത്തിന്റെ, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ പ്രതിഫലനമാണ് ഇതിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നത്. എങ്ങനെ ഈ ഭൂമിയിൽ നിൽക്കും? ഈ ഭൂമിയില്ല, ഇത് അടുത്തൊന്നും ആർക്കും നിൽക്കാൻ പറ്റില്ല. അത്രമാത്രം ഭയങ്കരമായിരിക്കും ആ പ്രകാശം. അന്ന് അവനത് ജയിച്ചില്ലായിരുന്നെങ്കിൽ അവന് ഇവിടെ ഒരു കാര്യവും ഉണ്ടാകുമായിരുന്നില്ല. മനുഷ്യർ ഈ നിലയിലാകുമായിരുന്നില്ല. മനുഷ്യരുടെ അവസ്ഥയും മനുഷ്യരുടെ നിലയും ഇതുപോലെ ആകുമായിരുന്നില്ല. ഇങ്ങനെ അതിൽ ജയിച്ചെങ്കിലും കർത്താവും തന്റെ പ്രവൃത്തി തുറന്നുകൊണ്ടിരുന്നു. ഒടുവിൽ കർത്താവിന്റെ വചനം പറയുന്നത്, അവൻ മുൻ നിയമിച്ച മനുഷ്യരെ തന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഹവ്വയിൽ അത് പരാജയപ്പെട്ടെങ്കിലും, ഹവ്വ പരാജയപ്പെട്ടെങ്കിലും അവസാനത്തെ കാലത്ത്, അന്ത്യകാലത്ത് ഒരു കൂട്ടം ജനത്തെ ഈ കണ്ണാടി പോലെ കർത്താവ് ആഗ്രഹിക്കുന്ന നില പോലെ അവർ ഒരുക്കിയെടുക്കും. അത് കർത്താവിന്റെ ഉദ്ദേശമാണ്. അത് കർത്താവ് ചെയ്യുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് സഭയെ കൊണ്ടുവന്ന് ഈ കണ്ണാടിയെ മൂടുപടം നീക്കിക്കളഞ്ഞത്. ഓർക്കേണ്ടത്, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം, ഭൂമിയിലെ ഏറ്റവും സൗമ്യനായ മോശ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേല്, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് വചനം പഠിപ്പിക്കുന്ന സ്നാപകയോഹന്നാൻ, ഇവരുടെ ഉള്ളിൽ ഈ കണ്ണാടിയിൽ അതിൽ നിന്ന് ഈ മൂടുപടം നീങ്ങിയിട്ടില്ല. അവിടെയാണ് നോക്കുന്നത്, അവിടെയാണ് നമ്മൾ നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിലുള്ള പ്രത്യേകത. പുതിയ നിയമത്തിൽ മൂടുപടം നീക്കാൻ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. കണ്ണാടിയെ തെളിച്ചെടുക്കാൻ കർത്താവ് ലോകത്തിലേക്ക് വന്ന് ഈ തന്റെ സ്വന്തം രക്തം തളിച്ച് മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി, അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഈ കണ്ണാടിയെ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മോട് ചോദിക്കുന്നത്, അക്ഷരത്തിന്റെ ശുശ്രൂഷ തേജസ്സുള്ളതായിരുന്നെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ എത്രയധികം തേജസ്സുള്ളതായിരിക്കും. കർത്താവ് സ്വന്തം ആരാധന കഴിച്ചു വരുന്ന അബ്രഹാം ദൈവത്തെ അനുസരിച്ച് ആരാധന കഴിച്ച് സ്വന്തം മകനെ യാഗം കഴിച്ചതിന് ശേഷം മോറിയ മലയിൽ നിന്ന് ഇറങ്ങി വരിക. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവന്റെ മുഖം നോക്കിയപ്പോൾ എന്താ സ്ഥിതി? അവന്റെ ഹൃദയത്തിൽ യാതൊരു വിഗ്രഹവും ഇല്ല. അവൻ ഏറ്റവും സ്നേഹിക്കുന്നത് മനുഷ്യനെയായിരുന്നു, തന്റെ മകനെയായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ദൈവത്തെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത്. ഇതാണ് ഈ കണ്ണാടിയുടെ പ്രത്യേകത. ഈ കണ്ണാടിയിൽ കർത്താവിനെ പ്രതിബിംബിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് കർത്താവിനെ ആയിരിക്കണം, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കർത്താവിനെ ആയിരിക്കണം, ഏറ്റവും കൂടുതൽ അനുസരിക്കുന്ന കർത്താവിനെ ആയിരിക്കണം, ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കർത്താവിനെ ആയിരിക്കണം. ഈ 4 കൂട്ടം കാര്യങ്ങളുണ്ടെങ്കിൽ അവന്റെ പ്രതിഫലനം, സർവശക്തനായ ദൈവത്തിന്റെ പ്രതിഫലനം ഈ കണ്ണാടിയിൽ ഉണ്ടാവും. ഇനിയല്ല, മറ്റൊരു മനുഷ്യനെയാണ് ഏറ്റവും ഭയപ്പെടുന്നതെങ്കിൽ, ഏറ്റവും സ്നേഹിക്കുന്നതെങ്കിൽ, ഏറ്റവും വിശ്വസിച്ച് അനുസരിക്കുന്നതെങ്കിൽ അവന്റെ പ്രതിഫലനം അതുണ്ടാവും. ഇതാണ് ഈ കണ്ണാടിയുടെ പ്രത്യേകത. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ ആരാധന എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു കൊള്ളണം, നമ്മളിൽ നിന്ന് വിശ്വാസം കുറയാൻ പാടില്ല, അനുസരണം കുറയാൻ പാടില്ല. അനുസരണം വേണം, സ്നേഹം വേണം, ഭയം വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ഈ കണ്ണാടി നല്ല വൃത്തിയാക്കിയതിന് ശേഷം വെട്ടിത്തിളങ്ങുന്ന പോലെ, ഇത് പറയുന്ന പോലെ നിൽക്കാൻ സാധിക്കാത്ത, നമ്മൾ കേട്ടിട്ടുണ്ട് പേര് കേട്ട കണ്ണാടികളുടെ കാര്യം, ബെൽജിയം ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും പ്രതിഫലന ശേഷിയുള്ള പ്രതിബിംബം എങ്ങനെയോ, ഉറവിടം എങ്ങനെയോ അതുപോലെ തന്നെ പ്രതിഫലിക്കുന്ന കണ്ണാടികളുണ്ട്. അതുപോലെയായി തീരാൻ, അതേ പ്രതിമയായി, അതേ കണ്ണാടിയായി രൂപാന്തരപ്പെട്ടു വരുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ ഇന്ന് ഈ ആരാധനയെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നത്, നമ്മുടെ പ്രകാശം എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നമുക്ക് കർത്താവ് ഒരു പ്രകാശം തന്നിട്ടുണ്ട്. ഈ പ്രകാശം, ദൈവത്തിന്റെ വചനം നമ്മളിന്ന് കേട്ടല്ലോ. എന്താണ് കേട്ടത്? നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ
ആക്രമിക്കും. എന്തിനാ നിങ്ങളിങ്ങനെ മനുഷ്യനെ ഉപദ്രവിക്കുന്നത്? 62 സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്. ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ നിങ്ങളൊരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്ര മാത്രം നിങ്ങൾ ആക്രമിക്കുക? എന്തിനാ നിങ്ങൾ ആക്രമിക്കുന്നത്? അത് കഴിഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയാ, എനിക്കറിയാം എന്താ അവരുടെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്ര അവർ കാക്ഷിക്കുന്നു. ഒരു പദവിയുണ്ട്. എന്ന് തുടങ്ങി ഈ പദവി? ഒരു മനുഷ്യന് ഈ പദവി എന്ന് തുടങ്ങി? അതാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്. ഒന്നാമത്തെ സമയമാണ് വിശ്വാസം. വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ആ പദവി അന്ന് തുടങ്ങിയതാണ്. ആ വിശ്വാസത്തിന്റെ അനുസരണം തികയുന്തോറും പദവി കൂടി വന്നുകൊണ്ടിരിക്കും. ദൈവഭയം കൂടുന്തോറും പദവി കൂടി വന്നുകൊണ്ടിരിക്കും. ദൈവത്തോടുള്ള സ്നേഹം കൂടി വരുന്തോറും പദവി കൂടി വന്നുകൊണ്ടിരിക്കും. ഈ പദവി എന്നത് ഇല്ലാതാക്കണം. ഒരു മനുഷ്യൻ പദവിയിൽ ഇരുന്നാലുള്ള പ്രശ്നം എന്താ? പദവിയിൽ ഇരുന്നാൽ പ്രശ്നം എന്താ? ദൈവത്തിന്റെ വചനം പറയുന്ന വാക്ക് ഇത് തന്നെ. പദവിയിൽ ഇരിക്കും തോറും അവനിൽ ക്രിസ്തു പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ മതി ഈ ലോകത്തിന്റെ വെളിച്ചം. അതിന്റെ ആഴത്തെ കണ്ടുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് യെശയ്യാ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കർത്താവിന്റെ ഭരണത്തിങ്കൽ, കർത്താവിന്റെ വാഴ്ചയിങ്കൽ ഈ ഭൂമിയിൽ കർത്താവിന്റെ പ്രഭുക്കന്മാരുടെ മുമ്പിൽ, അവരുടെ ഉള്ളിൽ, മൂപ്പന്മാരുടെ മുമ്പിൽ എന്തുണ്ടാകും? സൂര്യൻ നാണിക്കുകയും ചന്ദ്രൻ ലജ്ജിച്ചു പോവുകയും ചെയ്യും. ഇന്ന് കാണുന്ന ഈ സൂര്യൻ, ആ പ്രകാശം, ഈ പ്രകാശത്തിന്റെ ഒരു അംശം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് കാണുന്ന ഈ പുഴുവായിരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് കർത്താവ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ന് ഈ ഇരിക്കുന്ന നിസ്സാരന്മാരിൽ ഒരുവൻ, ഈ ചെറിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവസഭയിൽപ്പെട്ട വിശ്വസ്തനായ ഒരു മനുഷ്യൻ, അവൻ നാളെ ദൈവത്തിന്റെ മുൻപാകെ പ്രകാശിച്ചു നിൽക്കുമ്പോൾ ഇന്ന് കാണുന്ന, നമ്മളീ കാണുന്ന ഭൗതിക സൂര്യൻ ലജ്ജിച്ച് തല താഴ്ത്തുന്ന, അപ്പോൾ ആ പ്രകാശം എന്തായിരിക്കും? ആ പ്രകാശം എന്തായിരിക്കും? കർത്താവ് സ്വതന്ത്രം. ആ പ്രകാശത്തിന്റെ അളവാണ് ഇന്ന് കാണുന്ന പദവി. ഇതാണ് ശത്രുവിന്റെ ഏറ്റവും എതിര്. ഈ പദവി പ്രാപിക്കുന്നത് ആരാധനയിൽ കൂടിയാണ്. ഈ ആരാധനയിൽ വേണ്ടത് ഈ 4 കാര്യങ്ങളാണ്. അവിടെയാണ് കർത്താവിന്റെ വചനം പഠിക്കുന്നത്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ നിന്റെ നിലവിളക്ക് ആ നിലയിൽ നിന്ന് മാറ്റിക്കളയും. ഇന്ന് നിന്നെ വെച്ചിരിക്കുന്ന ആ നിലയിൽ നിന്ന് മാറ്റിക്കളയും. പ്രകാശം ഓരോ തരത്തിലാണ്. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രതിഫലനം ഓരോ തരത്തിലാണ്. നമ്മൾ കണ്ടിട്ട് മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നത്, വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത്, ബൾബ് ഇടുന്നത്, വലിയ ട്യൂബ് ഇടുന്നത്, അതിനേക്കാൾ വലിയ ഹലോജൻ ഇടുന്നത്, ഇതിനൊക്കെ നാട്ടുവെളിച്ചം ഇടുന്ന അത്ര അധികം പ്രകാശമുള്ളത്, ഇതെല്ലാം കൊണ്ട് വയ്ക്കുന്നത് നമ്മൾ നാൽക്കവലകളിൽ കണ്ടിട്ടുണ്ട്. പട്ടണങ്ങളിൽ നാൽക്കവലകളിൽ വയ്ക്കുന്ന ആ വിളക്ക് കൊണ്ടൊന്നും നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം അത് അത്ര ഭയങ്കരം ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെയാണ്. മെഴുകുതിരി കത്തിച്ച് നാൽക്കവലയെ കൊണ്ട് വയ്ക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാത്തിനും ഓരോ സ്ഥാനമുണ്ട്. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ അത്ര വയ്ക്കുന്നത് പറയും കഴിയില്ല. വിളക്ക് കത്തിച്ചോ അതിനൊരു സ്ഥാനമുണ്ട്. ഇതിനെ കർത്താവ് ഉന്നതമായ ഒരു സ്ഥാനത്ത് വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഈ വിളക്ക് കൊണ്ടുപോയി ഒരു ഉച്ചത്തെ അനേകർക്ക് പ്രകാശം കാണുമെന്നൊക്കെയാണ് കർത്താവ് കൊണ്ടുപോയി വയ്ക്കും. എന്നാൽ ആദ്യ സ്നേഹം വിട്ടുകളയുമ്പോൾ ഇങ്ങനെ പ്രകാശിക്കണമെങ്കിലുള്ള 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള വിശ്വാസം. ഈ 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ദേഹി ശുദ്ധീകരിക്കാനും അത് പ്രകാശിക്കാനുള്ള കാരണം. ഈ കാര്യത്തിൽ കുറവ് വന്നു. എഫേസ്യ സഭയ്ക്ക് അതിൽ കുറവ് വന്നു. ആ കുറവ് വന്നപ്പോൾ എഴുതുകയാണ്, ഇതിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രകാശം കുറഞ്ഞു, ഇതിന്റെ പ്രതിഫലനം കുറഞ്ഞു. ഇത് നിനക്ക് നാൽക്കവലയിൽ വെക്കാനുള്ള വെളിച്ചമൊന്നും നിനക്കില്ല. തെരുവിൽ വെക്കാനുള്ള, വഴിയരിയിൽ വെക്കാനുള്ള വെളിച്ചമൊന്നും നിനക്കില്ല. ഒരു പുരമുകളിൽ വെക്കാനുള്ള വെളിച്ചം പോലും നിനക്കില്ല. ഒരു മുറിക്കകത്ത് വെക്കാനുള്ള വെളിച്ചം അതും കഷ്ടിയേ ഉള്ളൂ. അപ്പൊ നിന്റെ നില ഇത്രയും വലിയ പൊക്കത്തിൽ ഇരിക്കേണ്ട കാര്യമില്ല. നില താഴ്ത്തിക്കളയും. ഇത് തന്നെയാണ് ശത്രുവിന് വേണ്ടത്. പ്രകാശം കുറയ്ക്കണം, പ്രതിഫലനം കുറയ്ക്കണം. കാരണം അവന് സുഗമമായി ഈ ലോകത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്റെ, മനുഷ്യന്റെ ദേഹി എന്ന കണ്ണാടിയിൽ ക്രിസ്തു പ്രകാശിക്കരുത്. ക്രിസ്തു അശേഷം പ്രകാശിക്കാത്തവരെയാണ് വചനം പറയുന്നത്. മുമ്പേ നമ്മൾ ഇരുളായിരുന്നു,
ഇന്ന് ക്രിസ്തുവിൽ വെളിച്ചമാകും. ഇന്ന് ക്രിസ്തുവിൽ നമ്മൾ വെളിച്ചമാകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പുറമെ ഈ ഒന്നും ഇല്ലാന്ന് തോന്നാം. പക്ഷേ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ദേഹിയിൽ നിന്ന് ഈ വെളിച്ചം പ്രകാശിക്കുന്നുണ്ട്. ഈ പ്രകാശത്തെക്കുറിച്ചാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഇരുണ്ട ലോകത്ത് അരണ്ട വെളിച്ചത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാകുന്നു. അവന്റെ വചനം അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അനുദിനം പ്രകാശിച്ചു വരുന്നു. ഈ പ്രകാശം ഇല്ലാതായി തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ മുമ്പാകെ ശത്രു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ഏത് മനുഷ്യനും ഏത് ശക്തിയും ദൈവത്തിന്റെ പൈതലിനെ ഉപദ്രവിക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളണം പദവിയിൽ നിന്ന് തള്ളിയിടാനാണ്. ഈ പദവി എവിടുന്ന് കിട്ടുന്നു? പദവി എന്ന് പറയുന്നത് അവൻ പ്രകാശിക്കുന്ന പ്രകാശത്തിന്റെ അളവാണ് അവന്റെ പദവിയുടെ അടിസ്ഥാനം. ആ പ്രകാശം ഇല്ലാതാക്കാൻ ഹവ്വയുടെ ഹൃദയത്തിൽ, മാനവരാശിയുടെ സകല ഹൃദയത്തിലും മൂടോടമിട്ടതുപോലെ വീണ്ടും സഭയിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അവരുടെ ഹൃദയത്തിലും മൂടോടമിടുവാൻ ശത്രു ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. അതുകൊണ്ട് നമുക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമുക്ക് വിശ്വസിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ മാത്രമല്ല, ക്രിസ്തുവേശ്വരിൽ അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ മറ്റാരുമില്ല. നമുക്ക് സ്നേഹിക്കാൻ മറ്റെല്ലാവരെക്കാളും കർത്താവല്ലാതെ മറ്റാരുമില്ല. നമുക്ക് ഭയപ്പെടാൻ അനേക ജീവിതങ്ങൾ മരണത്തെ ഭയപ്പെട്ട് തിരിഞ്ഞു പോകുമ്പോൾ ദൈവത്തെ അല്ലാതെ നമുക്ക് ഭയപ്പെടാൻ വേറെ ആരുമില്ല. നമുക്ക് അനുസരിക്കാൻ കർത്താവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവമേ, എൻ്റെ പദവിയിൽ നിന്ന് എന്നെ തള്ളിയിടുവാൻ, കർത്താവ് നീ എനിക്ക് തന്നിരിക്കുന്ന ഈ പദവിയിൽ നിന്ന് എന്നെ തള്ളിയിടുവാൻ ശത്രു പല ഉപദ്രവങ്ങളും പല ആക്ഷേപങ്ങളും പല 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 തരത്തിലുള്ള ദുർവാക്കുകളും കൊണ്ടുവരും. പക്ഷെ ഭയപ്പെടരുത്. പദവി ഉള്ളവന് നിശ്ചയമായിട്ടും ആക്രമമുണ്ടാകും. പദവി ഉള്ളവന് നിശ്ചയമായിട്ട് ആക്ഷേപം ഉണ്ടാകും. പദവി ഉള്ളവന് ഉപദ്രവമുണ്ടാകും. ആ പദവി പോകുന്നതുവരെയും അവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇവന്റെ പദവിയിൽ നിന്ന് തള്ളിയിടാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ, ഉറപ്പായി കഴിഞ്ഞാൽ അവന് വിട്ട് പിന്തിരിയുകയും ചെയ്യും. അവന് ദൈവത്തിന്റെ മക്കളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുകയുമില്ല. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയിൽ, ഈ ആരാധനയിൽ കൂടി കർത്താവ് വലിയൊരു പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കട്ടെ, വലിയൊരു നിലയിലേക്ക് നമ്മെ നയിക്കട്ടെ. വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കാനല്ല, ചെറിയ തണ്ടിൽ വെക്കാനല്ല, പിന്നെയോ ഇത് വേണ്ട രീതിയിൽ പ്രകാശിക്കുന്നുവെങ്കിൽ ഈ ലോകം മുഴുവനും, ഭൂമിയിലൊക്കെയും പ്രശംസാ വിഷയമായി തീരുമെന്ന, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരും വെളിച്ചം കാണുവാൻ തക്കവണ്ണം ഒരു ദൈവത്തിന്റെ പൈതൃകം മതി. അതൊന്ന് ശുദ്ധീകരിച്ചെടുത്താൽ മതി. അപ്പൊ എന്താ ദൈവത്തിന്റെ ഒരു മനുഷ്യന്റെ വില എത്രയാ? അവൻ വിലയായി കഴിഞ്ഞാൽ, വിലയുള്ളവനായാൽ എത്ര വിലയാവും? അവൻ ഇല്ലാത്തവനായി കഴിഞ്ഞാൽ എത്രയാവും? അത് ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കണം. അതുകൊണ്ട് നാം ഒരിക്കലും നമ്മുടെ പദവിയിൽ നിന്ന് നമ്മെ തള്ളിടുവാൻ ശത്രുവിനെ അനുവദിക്കരുത്. ശത്രുവിനോട് പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിന്ന് നമ്മുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. യേശു എന്നാടിസ്ഥാനം ആശയാവ